ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ. എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ കുറച്ച് ദിവസമായി വീഡിയോ എടുത്തിട്ട് എൻ്റെ കഴുത്തിനൊരു സർജറി ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ള റെസ്റ്റായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ന് ഞാൻ എന്താ പറയുക, ബ്രെഡ് ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അതേപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ബ്രെഡ് ഉപ്പുമാവ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ബ്രെഡ് ഒരു 8 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു സവാള ഇതേപോലെ ചെറുതാക്കി കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ക്യാരറ്റ് ഞാൻ ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, കുറച്ച് ഇഞ്ചി, പിന്നെ നമുക്ക് കറിവേപ്പില വേണം. വറവിടാനായിട്ട് കടുക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഞാൻ ഉഴുന്ന് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി, അതേപോലെ തന്നെ കുറച്ച് ഗരം മസാല, പിന്നെ ഒരു തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളതിൽ മുട്ടയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. മുട്ട ഇട്ടിട്ട് ഉണ്ടാക്കാം, മുട്ട ഇടാതെ ഉണ്ടാക്കാം. ഞാൻ മുട്ടയും കൂടി ഇട്ടിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാനിവിടെ 2 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മല്ലിയില, ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്ര സാധനങ്ങളാണ് നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമുള്ളൂ. നമുക്ക് എന്നാലും ഈ ബ്രെഡിൻ്റെ 4 സൈഡും ഇങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അതിൻ്റെ ശേഷം ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്നും ഇങ്ങോട്ട് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു 4 ടേബിൾ സ്പൂണ് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. കടുക് അങ്ങോട്ട് പൊട്ടി വരട്ടെ. കടുക് ഇവിടെ നന്നായി പൊട്ടി വരുന്നുണ്ട്. നമുക്ക് അതിലേക്ക് ഇനി ഒരു ഉഴുന്നും പരിപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉഴുന്നും പരിപ്പും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഉഴുന്നും പരിപ്പ് ഒന്നും കൂടി മൂത്ത് വരുന്നുണ്ട്. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉണ്ടല്ലോ ഈ സവാള നമ്മൾ ചെറുതായി കൊത്തി നുറുക്കി വെച്ചിട്ടില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്നങ്ങനെ വല്ലാതെ ബ്രൗൺ കളറൊന്നും ആവണ്ട, ഒന്നിങ്ങനെ വഴണ്ടി വരികയേ വേണ്ടു. സവാള ഇവിടെ ഒന്നായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം സവാളയ്ക്ക്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഉണ്ട് വഴണ്ടി വന്നാൽ നമുക്കിനി ഈ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. സവാള ഒന്ന് നന്നായി വഴണ്ടിട്ടുണ്ട്. നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ പച്ചമുളകും ഈ ഇഞ്ചി നമ്മൾ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടില്ലേ, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ചെറുതാക്കി നുറുക്കി വെച്ചത് ഒന്നും ഇങ്ങോട്ട് വഴണ്ടി വരട്ടെ. തക്കാളി ഒന്നും ഇങ്ങോട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമുക്ക് ഈ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്തു. ക്യാരറ്റ് ഒന്നും ഇങ്ങോട്ട് വളഞ്ഞു വരട്ടെ, പച്ചമണമൊക്കെ ഒന്നും ഇങ്ങോട്ട് മാറി വരട്ടെ. പച്ചമുളക് ഒന്നും ഇങ്ങോട്ട് മാറി വന്നാൽ നമുക്കിനി ഈ കോഴിമുട്ട നമ്മൾ വെച്ചിട്ടില്ലേ, ഈ കോഴിമുട്ട ഇങ്ങോട്ട് നമുക്ക് ഇതും ഇങ്ങോട്ട് ഒരു ഭാഗത്തേക്ക് അങ്ങോട്ട് വെക്കാം കേട്ടോ. ക്യാരറ്റിന് പിന്നെ വലിയ വേവൊന്നും ഇല്ലല്ലോ. ഇതിങ്ങനെ ഒരു സൈഡിലേക്ക് വെച്ചിട്ടേ നമുക്ക് ഈ മുട്ട ഇങ്ങോട്ട് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. മുട്ട ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് ഈ കുരുമുളക് പൊടി കൂടി അതിലിട്ട് കൊടുക്കാം. കുരുമുളക് പൊടി അതിലിട്ടിട്ട് നമുക്ക് ഒന്നും കൂടെ ഇവിടെ തന്നെ ഇട്ട് ചിക്കി എടുക്കാം. എന്താ വെച്ചാൽ ഇതും കൂടെ ഞാൻ ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഇതൊന്നും അങ്ങോട്ട് ചിക്കി പരത്തി കൊടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ ഒരു സൈഡിലേക്ക് ഇങ്ങോട്ട് ആക്കി കൊടുത്തിട്ട് നമുക്ക് ഇങ്ങോട്ട് അത് മാത്രം ഇങ്ങോട്ട് ചിക്കി എടുത്ത് കൊടുക്കാം. അതിൻ്റെ ശേഷം നമുക്കിത് ഒന്നാക്കിയിട്ട് ആക്കിയാൽ മതി കേട്ടോ, എന്നാലും അങ്ങോട്ട് ശരിയാവുള്ളൂ. കണ്ടില്ലേ, ഇതേപോലെയാണ് നന്നായി ചിക്കി പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ഞാൻ പറഞ്ഞില്ല ഗരം മസാലയുടെ പൊടി കുറച്ച് വേണമെന്ന് പറഞ്ഞില്ല, അതും കൂടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ട് നമുക്കിനി എല്ലാം കൂടിയിട്ട് അങ്ങോട്ട് കൂട്ടി യോജിപ്പിക്കാം. നമുക്കിനി ഉപ്പ് എങ്ങനെയാണ് നോക്കാം. അതല്ലെങ്കിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ സവാളയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്, അതേപോലെ കോഴിമുട്ടയിലും കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടല്ലോ. ഉപ്പൊന്നും കൂടെ നോക്കിയതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് തന്നെ മതി. നമുക്ക് ഇനി ബ്രെഡിലേക്കും കൂടിയിട്ട് ഇനി നമുക്ക് ഈ ബ്രെഡ് അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നന്നായി അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കണ്ടില്ലേ, നല്ല സ്വാദുമാണ്. പിന്നെ ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. 4 മണി പലഹാരമായിട്ട് ഉപയോഗിക്കാം. നമുക്കിനി ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയുടെ ഇല അങ്ങോട്ട് വിതറി കൊടുക്കാം. ഇനി ഞാനിത് വേറൊരു പാത്രത്തിലാക്കിയിട്ട് കാണിക്കാം. കോഴിമുട്ടയും കൂടി ഇടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ബ്രെഡ് ഉപ്പുമാവ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളോട്ടാ. ഇത് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, ഒരു ഈവനിങ് സ്നാക്കായിട്ട് ഉപയോഗിക്കാം. അതിനൊക്കെ പറ്റിയിട്ടുള്ളതാണിത്. പിന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പോൾ നമുക്ക് എന്നാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം.